കുറച്ച് ഉള്ളിത്തൊലി, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതും ഉള്ളിത്തൊലി, വെളുത്തുള്ളിയുടെ തൊലി എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ പല്ലി, പാറ്റ, എന്ത് ശല്യം ഉണ്ടെങ്കിലും അതൊക്കെ പോയി കിട്ടും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പം ഏകദേശം 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ലൈസോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതില്ല എങ്കിൽ നമുക്ക് ഡെറ്റോൾ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഞാനിത് രാത്രിയിലാണ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ ഇതെടുത്തിട്ട് വേണം നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ലോണം അതിനകത്ത് ഇളകിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ കളറൊക്കെ ഇറങ്ങി. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും ഞാൻ അതുകൊണ്ട് അരിച്ച് വെള്ളം മാറ്റിയിട്ട് അതിൻ്റെ ഈ കീടം ഉണ്ടല്ലോ അത് നമ്മൾ ചെടിക്കകത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്നും വെറുതെ കളയണ്ട, നമുക്ക് ചെടിച്ചട്ടിക്കകത്തൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു വളമാണത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇതേപോലെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത പഴയ അരിപ്പ ഉണ്ടെങ്കിൽ അതിനകത്ത് വേണം ഇത് അരിച്ചെടുക്കാൻ. എന്നിട്ട് ഇതേപോലെ കുപ്പിയിലാക്കിയിട്ട് എവിടെയൊക്കെയാണോ നമുക്ക് പല്ലിയുടെ ശല്യം അവിടെയെല്ലാം ഒഴിച്ചു കൊടുക്കുക. നല്ല ഒരു എഫക്റ്റാണ് ഇതിന്. ഇപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും അതേപോലെ തന്നെ മറ്റേ നമ്മുടെ കിച്ചൺ ടൈലിനകത്തും അതേപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഉറുമ്പൊക്കെ വരത്തില്ല ആ ഭാഗത്തും ഒക്കെ തേച്ച് കൊടുക്കുക. ഇതേപോലെ തുണി വെച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുണി വെച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കുക. ആ ഭാഗത്തൊന്നും പല്ലിയൊന്നും വരത്തില്ല, ആ സ്മെല്ലടിച്ചിട്ട്. അതേപോലെ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ക്ലീനിങ്ങും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഇതേപോലെ തുടയ്ക്കുമ്പം തന്നെ അത് വെച്ച് തുടയ്ക്കുമ്പം തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാം, കണ്ടോ. നമ്മൾ വെറുതെ ഒന്ന് തുണി വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി, നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ കണ്ടോ 8 കാലി കണ്ടോ. അപ്പോൾ അത് ഒഴിക്കുമ്പം തന്നെ അതിൻ്റെ ഓട്ടം കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആ ഭാഗത്തൊന്നും ഇരിക്കത്തില്ല. ഇപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തിരുന്നതാണ് ഉണ്ടോ. അപ്പോൾ ഇതേപോലെ സാധനങ്ങളെല്ലാം ആ പരിസരം വിട്ടേനങ്ങ് പോകും ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട്. ഞാൻ തലേദിവസം ഇതേപോലെ രാത്രി ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇതേപോലെ എടുത്തത്. ഇതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ പല്ലി, ഉറുമ്പൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ജനലിൽ ഉണ്ടോ, ജനലിൻ്റെ കമ്പിയുള്ള ആ ഭാഗത്തൊക്കെ കർട്ടനൊക്കെ കിടക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ 8 കാലി, പിന്നെ ചിലന്തി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അതിൻ്റെ വേസ്റ്റ് ചെടിച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം.